കലികാലം വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോയിൽ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് സംസാരിക്കാം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ വിഷയത്തെപ്പറ്റി മുൻപ് പല തവണകളായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സാത്താന്റെ അല്പകാലത്തിലെ ഏറ്റവും വലിയ കള്ളമാണ് ഉരുണ്ട ഭൂമി എന്നത്. ഭൂമിയുടെ ആകൃതി എന്തെന്ന് അറിയുന്നതാണ് സത്യത്തിൽ ഒരു വ്യക്തിയെ അവൻ കുടുങ്ങിക്കിടക്കുന്ന മാട്രിക്സ് സിസ്റ്റത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. നാം ജീവിക്കുന്ന ഭൂമി അതിന്റെ യഥാർത്ഥ രൂപം എങ്ങനെയെന്ന് പോലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് അറിവില്ല. കാരണം ഈ സത്യം നമ്മിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സത്യം എന്ന് കരുതുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ പഠിച്ച പല കാര്യങ്ങളും കാണാതെ പഠിച്ചു എന്നല്ലാതെ നമ്മൾ ഒരിക്കലും വ്യക്തിപരമായി അവയെ പരിശോധിച്ചിട്ടില്ല. നമ്മൾ കേട്ടത് എന്തോ അത് നമ്മൾ സ്വീകരിച്ചു. ഉദാഹരണത്തിന് നമ്മളെ സ്കൂളിൽ പതിപ്പിക്കുന്നത് ഭൂമി ഒരു ഗോളമാണ്, അത് അതിവേഗത്തിൽ ചുറ്റുന്നു, അതുപോലെ തന്നെ സൂര്യനെയും ചുറ്റി സഞ്ചരിക്കുന്നു. പക്ഷേ നമ്മുടെ ദിനചര്യയിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? നമ്മൾ സ്ഥിരമായി നിൽക്കുന്നുവെന്ന തോന്നൽ. ഇപ്പോൾ ആ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. നമ്മൾ പഠിച്ചതെല്ലാം നാം ഒരിക്കലെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? നമ്മൾ കാണുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ, വിവരങ്ങൾ, ഇവർ നമ്മൾക്ക് നൽകിയവയാണ്. അവയെല്ലാം ശരിയാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പാക്കും? ഇത് ഒരു സംശയം സൃഷ്ടിക്കൽ മാത്രമല്ല, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക കൂടിയാണ്. നമ്മളോട് പറഞ്ഞ മറ്റൊരു വലിയ നുണക്കഥ മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്നതാണ്. കൂടാതെ ഇടയ്ക്കിടെ ഇവർ ചന്ദ്രനിലേക്ക് അയക്കുന്ന പേടകങ്ങൾ. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കണം. നമ്മൾക്ക് നൽകിയ തെളിവുകൾ, അവയെ നമ്മൾ സ്വയം പരിശോധിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും വിവേചന ബുദ്ധിയോടെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സമതലമായ ഭൂമിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ കാണുമ്പോൾ ഏറ്റവും സാധാരണമായി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്: ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ആരെങ്കിലും എന്തിന് കള്ളം പറയണം? എന്തുകൊണ്ട്? ഭൂമിയുടെ യഥാർത്ഥ രൂപവും അളവുകളും മറച്ചുവെക്കാൻ ലോകമെമ്പാടും വ്യാപിച്ച ഒരു ഗൂഢാലോചന സംഘം ഉണ്ടാകണം. ആരംഭം മുതൽ തന്നെ നമ്മുടെ സമതല ഭൂമിയെ മനുഷ്യരാശിയിൽ നിന്ന് മറയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ചോദ്യം ചോദിക്കുന്ന പലരും ഈ വിഷയത്തെ ആഴത്തിൽ പഠിച്ചിട്ടില്ല. ഈ കള്ളത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് ഇത് ചെയ്യുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർ എന്തിന് കള്ളം പറയും എന്ന് ആവർത്തിച്ച ചോദ്യമെന്നത് ഒരു യഥാർത്ഥ അന്വേഷണ ചോദ്യമല്ല, അത് ഒരു സംശയപരമായ പ്രതിരോധ രീതിയാണ്. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഉറപ്പായി പറയാൻ കഴിയില്ല. പക്ഷേ അത് എന്താകാമെന്ന് നിഗമനം ചെയ്യാനും അനുമാനിക്കാനും നമുക്ക് ശ്രമിക്കാം. സർക്കാർ ബഹിരാകാശ ഏജൻസികൾ ദശകങ്ങളായി കോടികൾ വിലമതിക്കുന്ന പണം സ്വതന്ത്രമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലം എന്താണ്? സമുദ്രത്തിൽ വീഴുന്ന റോക്കറ്റുകൾ, ടെലിവിഷനിൽ കാണിക്കുന്ന CG കാർട്ടൂണുകൾ. ഈ ഭ്രമം നിലനിർത്തുന്നത് അത് വളരെ ചെലവേറിയ കാര്യമല്ല. വാസ്തവത്തിൽ ഇത് ഒരു അത്യന്തം ലാഭകരമായ വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. പക്ഷേ ഇത് വെറും പണം സമ്പാദിക്കുന്ന രീതിയല്ല. ബഹിരാകാശത്തിന്റെ ആശയം, ഗോളഭൂമിയിലുള്ള വിശ്വാസം, ബിഗ് ബാങ് സിദ്ധാന്തം, ഇവ ഒക്കെ ചേർന്ന് ഒരു ശൂന്യതാപരമായ ഭൗതികവാദ ലോകദൃഷ്ടി അവർ നമുക്കായി സൃഷ്ടിച്ചു. ഇത് ബുദ്ധിപരമായ സൃഷ്ടിയുടെ ആശയം തള്ളിക്കളയുന്നു. പകരം എല്ലാം ഒരു യാദൃശ്ചികതയിലൂടെ, അസംഘടിതമായ സംഭവങ്ങളിലൂടെ ഉണ്ടായതാണെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യർക്കും ഭൂമിക്കും പിന്നിൽ ഒരു ലക്ഷ്യബോധമുള്ള സൃഷ്ടാവ് ഉണ്ടെന്ന ആശയത്തിന് പകരം നമ്മളെ ഇവർ പതിപ്പിക്കുന്നത് എല്ലാം യാദൃശ്ചികമായി സംഭവിച്ചു, അതിന് യാതൊരു ഉദ്ദേശവുമില്ല. ഈ ആശയത്തിൽ വിശ്വസിക്കുന്നവർ ദൈവവുമായുള്ള ആത്മീയ ബന്ധം നഷ്ടപ്പെടുത്തുന്നു. ഭൗതിക ലോകത്തിനപ്പുറമുള്ള മറ്റെല്ലാത്തിനോടുമുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെടുന്നു. അവർ പിന്നീട് സ്വാർത്ഥരും അനുസരണയുള്ള ഉപഭോക്താക്കളുമായി മാറുന്നു. ഇതാണ് അടുത്ത ഘട്ടത്തിനുള്ള അടിസ്ഥാനം. കാരണം വഞ്ചിക്കപ്പെട്ടവരും സ്വന്തം അടിസ്ഥാന സത്യങ്ങളിൽ നിന്ന് വേർപെട്ടവരും എവിടേക്കും നയിക്കപ്പെടാം. പക്ഷേ ഈ ഗോളഭൂമി എന്ന കള്ളം നമ്മെ നയിക്കാത്ത 2 സ്ഥലങ്ങളുണ്ട്: ദക്ഷിണ ധ്രുവം, ഉത്തര ധ്രുവം. ഈ 2 സ്ഥലങ്ങൾ സമതല ഭൂമി മോഡലിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളെയും ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു ഉയർന്ന പുറം വലയമാണ് അന്റാർട്ടിക്ക എന്ന ദക്ഷിണ ധ്രുവം. ഉത്തര ധ്രുവം ലോകത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. എല്ലാ കോമ്പസുകളും വിരൽ ചൂണ്ടുന്ന ദിശ. അതിനു മുകളിലായി പൊളാരിസ്, ആകാശത്തിലെ ഏക സ്ഥിര നക്ഷത്രം. ആശ്ചര്യകരമായി ഗോളഭൂമി എന്ന ആശയം വ്യാപകമാകുന്നതിന് മുമ്പുള്ള പുരാതന മാപ്പുകൾ ഈ പ്രദേശങ്ങളിൽ അധിക ഭൂമികളെ കാണിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലങ്ങൾ എല്ലാ ആധുനിക മാപ്പുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഭൂമിയെ ഒരു പന്തായി മാറ്റിയതോടെ ഈ അധിക ഭൂമികൾ, വിഭവങ്ങൾ, സിവിലൈസേഷനുകൾ, ഇവയെല്ലാം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഇവർ ഇല്ലാതാക്കി. കാരണം അവയ്ക്ക് ഇനി നിലനിൽക്കാൻ ഇടമില്ല. ഈ ഗോളഭൂമി എന്ന കള്ളം ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയതും അടിസ്ഥാനപരവുമായ വഞ്ചനയാണ്. ഇത് മനുഷ്യരെ അവരുടെ അടിസ്ഥാന സത്യത്തിൽ നിന്ന് വേർപെടുത്തുന്നു, സമതല ഭൂമിയുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പിഴുതെറിയുന്നു, അവരെ നിയന്ത്രണമില്ലാത്ത ഒരു വിശാലമായ ബുദ്ധിയില്ലാത്ത ബ്രഹ്മാണ്ഡത്തിലേക്ക് തള്ളുന്നു. സയന്റിസം ഒരു പുതിയ ലോകമതമായി മാറിയിരിക്കുന്നു. ജനങ്ങൾ ഇപ്പോൾ അന്ധമായി സയന്റിസം പിന്തുടരുന്നു. അവർക്ക് സിസ്റ്റം നിർമ്മിച്ചു കൊടുക്കുന്ന ഭാവിയിലേക്ക് ചോദ്യം ചെയ്യാതെ സഞ്ചരിക്കുന്നു. ഇനി എന്തുകൊണ്ടാവും ഇവർ നമ്മോട് ഈ കള്ളം പറഞ്ഞത്?
ഭൂമിയുടെ വിശാലതയും അത് സൃഷ്ടിച്ച ദൈവത്തെയും അവൻ ഭൂമിയിൽ സ്ഥാപിച്ച സ്വർഗരാജ്യത്തെയും നമ്മുടെ കൺമുന്നിൽ നിന്ന് മറച്ചുവെക്കുവാനായി സാത്താൻ കണ്ടെത്തിയ മാർഗമാണ് ഉരുണ്ട ഭൂമി എന്നത്. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.